നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ കമ്പാഷനേറ്റ് കേരളം വിഷൻ 2030 ഇനിഷ്യേറ്റീവിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ലിങ്ക് സെന്ററിന്റെ പരിധിയിലുള്ള മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി, മാറാടി, ആവോലി, ആരക്കുഴ, പായിപ്ര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ LED വാഹന പ്രചാരണം ആരംഭിച്ചു. പഞ്ചായത്ത് ഭരണസമിതി, മെഡിക്കൽ ഓഫീസർമാർ, സാമൂഹ്യ പ്രവർത്തകർ, വ്യാപാര രംഗത്തുള്ളവർ എന്നിവരെയെല്ലാം പ്രചാരണത്തിൽ പങ്കെടുപ്പിക്കുന്നതിനോടൊപ്പം ആശ, ഹരിതകർമ്മസേന എന്നിവർക്കായി ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ച് പൊതുജനങ്ങളിൽ നിന്ന് ആവേശകരമായ സ്വീകരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആൽഫ മൂവാറ്റുപുഴ സെന്റർ ഭാരവാഹികൾ വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഫാബിൻ ബേബി, കമ്മ്യൂണിറ്റി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർമാരായ എൽദോസ് കെ തങ്കച്ചൻ, അനിൽ മോഹനൻ, അക്ഷയ് ബാബു, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക SN കോളേജിൽ ആരുഷ് ക്ലബിന്റെ ഭാഗമായി പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 40 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. SAPC കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ ക്ലാസ് നയിച്ചു. കൊമേഴ്സ് വിഭാഗം പ്രൊഫസർ പ്രിയങ്ക, സ്റ്റുഡന്റ് കോർഡിനേറ്റർ വിദുജ എന്നിവർ നേതൃത്വം നൽകി. ആൽഫ കാസർഗോഡ് സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം സെന്ററിൽ നടന്നു. പ്രവർത്തനങ്ങൾക്കായി അംഗങ്ങളും എബെക് സംഘടനയും ചേർന്ന് 1 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചതായി യോഗം അറിയിച്ചു. പ്രസിഡന്റ് PM മുസ്തഫയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി A പ്രഭാകരൻ നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എബെക്കിൽ നിന്നുള്ള ധനസഹായം സെക്രട്ടറി പ്രഭാകരൻ നായർ സ്വീകരിച്ചു. ട്രഷറർ സലാഹുദ്ദീൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KK മുസ്തഫ, എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളായ MC ജിൽജിൽ, അലിമ മൂളിയ, യാസ്മിൻ മുസ്തഫ, ഫാത്തിമ സുഹ്ര, മറിയം സലാഹുദ്ദീൻ, സുലേഖ മാഹിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.